ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകുന്നത് ചോദ്യം ചെയ്ത് പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയത്തിന് മറുപടി പറഞ്ഞിട്ടില്ലെന്ന് സ്പീക്കറുടെ ഓഫീസിന്റെ വിശദീകരണം. മുഖ്യമന്ത്രി പറയേണ്ട മറുപടി സ്പീക്കർ പറഞ്ഞെന്ന പ്രചാരണം വസ്തുതാപരമല്ല, വിഷയം സബ്മിഷനായി പരിഗണിക്കണമെന്നാണ് സ്പീക്കർ പറഞ്ഞതെന്നും സ്പീക്കറുടെ ഓഫീസ് വിശദീകരിച്ചു. തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി എം.ജി. പ്രതീഷ് ചേരുന്നുണ്ട്. എം.ജി. പ്രതീഷ്, എന്തൊക്കെയാണ് സ്പീക്കറുടെ ഓഫീസിൽ നിന്ന് നൽകിയിരിക്കുന്ന വിവരങ്ങൾ? വിശദീകരണം. ആൻമരിയ, ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസുമായി ബന്ധപ്പെട്ടാണ് കഴിഞ്ഞ ദിവസം അടിയന്തര പ്രമേയ നോട്ടീസിന് പ്രതിപക്ഷം അനുമതി തേടിയത്. പക്ഷേ ഈ അടിയന്തര പ്രമേയ നോട്ടീസിന് അനുമതി നൽകാതെ സ്പീക്കർ തള്ളുകയായിരുന്നു. ഈ നടപടി ചോദ്യം ചെയ്ത പ്രതിപക്ഷ നേതാവ് ഇന്ന് വൈകിട്ട് സ്പീക്കർക്ക് കത്ത് നൽകിയിരുന്നു. നടപടിക്രമത്തിലെ അനൌചിത്യമാണ് പ്രതിപക്ഷ നേതാവ് ചോദ്യം ചെയ്തത്. ഇതിലാണ് ഇപ്പോൾ സ്പീക്കറുടെ ഓഫീസ് വിശദീകരണവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. മുഖ്യമന്ത്രി പറയേണ്ട മറുപടി സ്പീക്കർ പറഞ്ഞെന്ന പ്രചരണം വസ്തുതാപരമല്ലെന്നതാണ് സ്പീക്കറുടെ ഓഫീസ് അറിയിക്കുന്ന കാര്യം. അടിയന്തര പ്രമേയമായി പരിഗണിക്കാൻ കഴിയില്ലെന്ന് മാത്രമാണ് സഭയിൽ സ്പീക്കർ വ്യക്തമാക്കിയത്. വിഷയം സബ്മിഷനായി പരിഗണിക്കാമെന്ന് സ്പീക്കർ പറഞ്ഞു. മാത്രമല്ല, ടി.പി. കേസ് പ്രതികൾക്ക് മാത്രമായി ശിക്ഷാ ഇളവ് നൽകാനുള്ള നീക്കം ഉണ്ടായിട്ടില്ലെന്ന് ബോധ്യപ്പെട്ടതോടുകൂടിയാണ് അത്തരത്തിൽ ഒരു നടപടി സ്വീകരിച്ചതെന്നും സ്പീക്കറുടെ ഓഫീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ട്. ഒപ്പം ഈ അടിയന്തര പ്രമേയ നോട്ടീസിന് അനുമതി നൽകാത്ത സ്പീക്കറുടെ നടപടിയിൽ ഒരു അപാകതയും ഇല്ല എന്നുമാണ് ഇപ്പോൾ സ്പീക്കറുടെ ഓഫീസ് അറിയിച്ചിരിക്കുന്ന കാര്യം. നേരത്തെ തന്നെ വലിയ വിമർശനം ഇതുമായി ബന്ധപ്പെട്ട ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രി പറയേണ്ട മറുപടി സ്പീക്കർ പറഞ്ഞു എന്നുള്ളൊരു ആക്ഷേപവും ആ ഘട്ടത്തിൽ പ്രതിപക്ഷം ഉന്നയിച്ചിരുന്നു. അത് തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ വിശദീകരണവുമായി സ്പീക്കറുടെ ഓഫീസ് തന്നെ രംഗത്ത് വന്നിരിക്കുന്നത്. ആൻമരിയ. ശരി, ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകുന്നത് ചോദ്യം ചെയ്ത് പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയത്തിന് മറുപടി പറഞ്ഞിട്ടില്ലെന്ന സ്പീക്കറുടെ ഓഫീസിന്റെ വിശദീകരണം. മുഖ്യമന്ത്രി പറയേണ്ട മറുപടി സ്പീക്കർ പറഞ്ഞെന്ന പ്രചരണം വസ്തുതാപരമല്ല. വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്നും എം.ജി. പ്രതീഷ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.